കേരളേഷം പണി വന്നായിരുന്നു. ഞാൻ ബാക്ക് ഇൻ ആക്ഷൻ ബാക്ക് ഓൺ ആണ്, ലൈവ് ഓൺ ആണെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യോ പ്ലീസ്. സോ സോറി ഫോർ ദാറ്റ് ജയ്. സീരിയസ്ലി കേരള വിഷൻ ഒരു നല്ലൊരു ടൂർണമെൻറ്റ് നടത്തുന്ന സമയത്ത് എൻ്റെ മോനെ ഗോസ്റ്റ് എവിടെ നിന്ന് നോക്കായി? ഗോസ്റ്റിനെ ആരാ അടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? സോ ഒന്ന് നോക്കിയിട്ട് വരാം. ഗോസ്റ്റ് ആരായിരുന്നു നോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവിടെ മിത്തിൻ്റെ വോൾഫ് ഇവിടെ റിവൈവ് ചെയ്യുന്നുണ്ട്. സോ ഇറങ്ങിയ ഉടനെ തന്നെ ഒരു നോക്ക് ഉണ്ടായിരുന്നു. ആരാണ്? വൈബ് വൈറ്റി നമ്മുടെ അപ്പൻസിൻ്റെ സ്മോക്കി സാറിൻ്റെ പുറകെ പോകുന്നുണ്ട്. ലൈവ് കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക പ്ലീസ്. ഒന്ന് കമൻറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. എനിക്കറിയില്ല ലൈവ് വന്നിട്ടുണ്ടോയെന്ന്. സോ എനിവൺ പ്ലീസ് കമൻറ്റ്. സോ ഇവിടെ ഫിസ്റ്റ് ഫൈറ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ക്രോസ്ബോ ചലഞ്ച് അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഫിസ്റ്റ് ഫൈറ്റ് ആണ് നടക്കുന്നത്. മിത്ത് വൈബുമായിട്ട് ഈ നമ്മുടെ DMG ഹണ്ടറിനെ ഇട്ട് ഓടിക്കുന്നുണ്ട്. ടീം നമ്പർ 16 ആൻഡ് ടീം നമ്പർ 10 ആണ് ഇവിടെ ഒരു ഫൈറ്റ് എടുക്കുന്നത്. ക്രോസ്ബോ കിട്ടിയ ആരും ഇല്ല ഇവിടെ. ഹിപ്സ്റ്റർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഹിപ്സ്റ്ററിനും ക്രോസ്ബോ കിട്ടിയിട്ടില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? വിന്നായ കാനിൽ യെസ് ഡോട്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. പിന്നല്ല നമ്മൾ ബാക്കോട് ആക്ഷൻ. DMGന്റെ കോമ്രേഡ് മിത്തിന്റെ വോൾഫിനെ അടിച്ച് നോക്കാക്കുന്നുണ്ട്. മിത്തിന്റെ ടീം ഏതാണ് ടീം നമ്പർ കളിക്കുന്നത്? ടീം നമ്പർ 10 മിത്ത് കളിക്കുന്നത്. മിത്തിന്റെ ആരാണ് ഇവിടെ നോക്കായി കിടക്കുന്നത്? മിത്തിന്റെ വോൾഫ് മുത്തുമണിനെ ഇടിച്ച് കൺഫേം ചെയ്യുന്നുണ്ട്. ടീം നമ്പർ 16 ഡെമിഗോഡ്സിന്റെ പിള്ളേരാണ് കളിക്കുന്നത്. ടീം നമ്പർ 16 കില്ലെടുത്തിട്ടുണ്ട്. സോ 19 ടീമിൽ 68 പേരാണ് ബാക്കിയുള്ള. ഓ മൈ ഗോഡ് അല്ല, DMG ആയിരുന്നു. ഡെമിഗോഡ്സിന്റെ DMG ആണ്. ഞാൻ OMG ഓ മൈ ഗോഡ് ആണെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. സോ എവിടെയാണ് വേറൊരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉള്ളത്? എല്ലാവരും അവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. സോ അവിടെ മിത്തിന്റെ വൈബായിട്ട് എടുത്തിട്ട് ജോക്കർ ബ്രോ ട്രയലാണോ? ഇത് ട്രയലല്ല ബ്രോ, നമ്മുടെ ഇത് ഇടിച്ചിടിച്ച് വരുവാക്കിയതൊക്കെ പറയുന്നുണ്ട്. ലോളിന്റെ ബോൾട്ട് അവിടെ വീഴുന്നുണ്ട്. ടീം നമ്പർ 8 ഒന്ന് പോയി നോക്കിട്ട് വരാം. ടീം നമ്പർ 8 ലോളിൽ എല്ലാവരും വീണിട്ടുണ്ടായിരുന്നു. ഇനി പെക്ക മാത്രമേ ബാക്കിയുള്ളൂ. എൻ്റെ മോനെ ഇത് ആരാണ് ഇവിടെ ഒരു അക്രമം കാണിച്ചിട്ടുണ്ട്? അപ്പനമിത്ത് അവിടെ അവളെ വണ്ടി ഇടിച്ചിട്ടിട്ടുണ്ട്. സോ ഇവിടെ ക്രോസ് ബോട്ട് ഓടി ഇറക്കുന്നുണ്ട്. മെക്സിന്റെ നിക്കുമായിട്ട് ക്രോസ് ബോ എടുത്തിട്ട് നമ്മുടെ ലോളിന്റെ ലാസ്മാന്റെ പുറകെ ഓടുന്നുണ്ട്. സോ ഇടാൻ പറ്റുമോ? പെക്കനെ അടിച്ച് കൺഫേം ചെയ്തു. വോൾഫ് ഡിസ്ട്രാക്ട്. ഒരു അടിപൊളി കളിയായിരുന്നു മെക്സിന്റെ നിക്കുമായിട്ട് ഇവിടെ പെക്കനെ കൺഫേം ചെയ്യുമ്പോൾ ലോളിന് സ്ക്വാഡ് അവിടെ തീർന്നിട്ടുണ്ട്. ഇവിടെ ആരാണ് ബാക്കിയുള്ള? MG3 ബ്ലൈൻഡ് സൈക്കോ സ്പെക് 24 എന്ന് പറയുന്നുണ്ട്. സോ ടീം നമ്പർ 24 ആരാണ് കളിക്കുന്നത് നോക്കിയിട്ട്? MG3 പ്രൊഫസർ ആൻഡ് ജോക്കറാണ്. നമ്മുടെ മിൽട്ടാജിത്രിയുടെ മുത്തുമണീസ് കളിക്കുന്നുണ്ട്. പോച്ചിങ്കിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവിടെ തന്നെയാണ് മെക്സിന്റെ പിള്ളേർ ഇറങ്ങിയിട്ട് മെറ്റാബോഡക്സ് മെക്സിന്റെ പിള്ളേർ ഇറങ്ങിയിട്ടുള്ള അവിടെ തന്നെയായിരുന്നു. സോ ഒരു ഫൈറ്റിൽ ആരാണിക്കും 18 ടീമാണുള്ളത്. ഓൾറെഡി ലോൾഡ് ടീം അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. വേറെ ആരൊക്കെ കൺഫേം ആയിട്ടുണ്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ പോച്ചിങ്കിൽ ആ ഒരു ഫൈറ്റ് വിട്ടിട്ടില്ലായിരുന്നു. സോ നമുക്ക് പോച്ചിങ്കിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ടീം നമ്പർ 1 അപ്പൻസിന്റെ അടുത്താണ് അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നത്. ടഫ്സ്. സോ ക്രോസ്ബോ ചലഞ്ചിൽ വണ്ടി എടുക്കാന്നൊരിതുള്ളതുകൊണ്ട് വണ്ടി എടുത്തിട്ട് എല്ലാവരും 2 കില്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ക്രോസ്ബോയിൽ മെക്സിന്റെ ടീമാണ് ഒരു അടിപൊളി കില്ലെടുത്ത്. എൻ്റെ മോനെ മെക്സ് പിന്നെ മെറ്റാബോഡക്സ് OP മെക്സ് പിന്നെയും കളിക്കുന്നുണ്ട്. ടീം നമ്പർ 7 മെക്സ് നിക്ക് വൈറ്റി ആണ് അവിടെ അടുത്തൊരു നോക്ക് എടുത്തിട്ടുള്ള. ക്രോസ് ബോ ഒരു അടിപൊളി കളിയായിരുന്നു. മച്ചാനോട് കളിച്ചിട്ടുണ്ടായിരുന്നു. ലോളിന്റെ സ്ക്വാഡിനെ വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിക്ക് വൈറ്റി ജോക്കറിനെ അടിച്ച് നോക്കാക്കുന്നുണ്ട്. ഫഹദ് വേഴ്സസ് ഒരു മച്ചാന്റെ ഒരു ഫൈറ്റ് അവിടെ. ലോൾ തീർന്നിട്ടുണ്ടായിരുന്നു. ബ്രോ സ്പെക് 24 ആണ് സ്പെക്ക് ചെയ്യുന്നത്. നമ്മുടെ MG3 പിള്ളേരാണ് സ്പെക്ക് ചെയ്യുന്നത്. അതാ അടിച്ച് കൺഫേം ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഫഹദിന് ഒരു അടി കിട്ടുന്നുണ്ടായിരുന്നു. ബാക്കിൽ വന്ന് അടിച്ച ആളെ നോക്ക് ചെയ്യാൻ പറ്റത്തുണ്ടോ? നോക്ക് ചെയ്തിട്ടില്ല. മച്ചാനോട് ഇത് ഗ്രൂപ്പ് A ആണോ? അതെ ബ്രോ, ഇത് ഗ്രൂപ്പ് A ആണ്. ഗ്രൂപ്പ് B മാച്ച് നമ്മുടെ 8:30 ID പാസ് ഇട്ടിട്ട് 8:45 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫഹദ് ഇവിടെ നിന്ന് ഹീൽ ചെയ്യുന്നുണ്ട്. ഫഹദിന്റെ പിള്ളേരെല്ലാം തീർന്നിട്ടുണ്ട്. WK കാണിക്കാൻ പറയുന്നുണ്ട്. ടീം നമ്പർ 21 WK കളിക്കുന്നത്. WK ആരൊക്കെയാണ് അറിയിക്കുന്നത്? WK ചിക്കൻ ഹണ്ടർ സ്പ്ലെൻസ് ബൈ പെഗോമാൻ ആൻഡ് ലൂസിഫർ ആണ്. ലൂസിഫർ ഓൾറെഡി തീർന്നിട്ടുണ്ടായിരുന്നു. ആരാണ് ഇവിടെ അടുത്തുള്ള പ്ലെയർ? നമ്മുടെ സ്മോക്കി മച്ചാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ജീപ്പൊക്കെ എല്ലാവർക്കും കിട്ടി. എല്ലാ ടീമും ഓരോ വണ്ടി എടുത്ത് സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഓളിലേക്ക് വിടുക. ടീം മാക്സ് OP നമ്മുടെ സ്ക്വാഡ് വൈപ്പർ അടിച്ച് നോക്ക് ചെയ്യുന്നുണ്ട്. മെക്സ് ക്രൂസ് അവിടെ അടുത്തൊരു നോക്ക് എടുക്കുന്നുണ്ട്. മെറ്റാബോട്ടക്സ് അവിടെ പൊളിക്കുന്നുണ്ട്. സോ നമുക്ക് സിനിന്റെ സ്ക്വാഡ് എവിടെ ഇറങ്ങിയിരിക്കുന്നത് നോക്കിയിട്ട് വരാം. സോ സോണിൽ എവിടെയാണ് ഫൈറ്റ്? സോൺ വന്നിരിക്കുന്ന പോച്ചിങ്ങിന് ഇപ്പറ കവർ ചെയ്തിട്ട് നോവോ മിൽട്ട അതുപോലെ തന്നെ യാസ്ന പോലെ ക്രോസ് ചെയ്തിട്ടൊരു സോണാണ്. കാസ്ട്രോന്റെ മച്ചമാരെ നോക്കാവുന്നുണ്ട്. ടീം നമ്പർ 23 കാസ്ട്രോ കളിക്കുന്നത്. കാസ്ട്രോയുടെ ആരൊക്കെയാണ് ഇറങ്ങുന്നത്? ആരൊക്കെയാണ് ബാക്കിയുള്ളത് നോക്കുക? കാസ്ട്രോന് ബീസ്റ്റ് ഉണ്ട്, സാൻ ഉണ്ട്, എഡ്ഗർ ഉണ്ട്, വൈപ്പർ ഉണ്ട്. പക്ഷേ അതിൽ ബീസ്റ്റും വൈപ്പറും നോക്കായിട്ടുണ്ട്. മീലി യൂസ് ചെയ്യാവോ? മീലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മീലി ഇല്ല. മീലി നമ്മൾ 0 ആണ് ഇട്ടേക്കുന്നത്. അഡ്വാൻസ് റൂം കാർഡാണ് യൂസ് ചെയ്യുന്നത്. സോ മീലി ആൻഡ് ട്രോബിൾസ് ഉണ്ടാവില്ല. ഇവിടെ മെക്സ് OP എൻ്റെ മോനെ നിഞ്ച സയൻ വേഴ്സസ് ബോൾട്ട് ഒരു ഫൈറ്റാണ് അവർ നടക്കുന്നത്. ക്രോസ് ബോ എടുത്ത് മച്ചാൻ 1 HP ആണ് ഇടിച്ചിടാൻ നോക്കുന്നുണ്ട്. സോ തിരിച്ചിടിക്കാനാണോ ക്രോസ് ബോ ആണോന്ന് അറിയില്ല. മച്ചാൻ ഇവിടെ നോട് രക്ഷപ്പെടുന്നുണ്ട്. ഒരു വ്യൂ കിട്ടി. തിരിച്ചടിക്കാൻ ഒരു ആംഗിൾ കിട്ടത്തില്ല. സോ ഓടി നടക്കുന്നുണ്ട് ജോക്കർ ഗെയിമിങ്. ഓക്കെ പിന്നല്ല. സോ ഇവിടെ ഒരൊറ്റ ഷോട്ട്, ഒരു ക്രോസ് ബോ ഷോട്ട് അതല്ലെങ്കിൽ തീരും, അതോ ഇടി കൊണ്ട് തീരുമെന്നറിയില്ല. നിഞ്ച സയൻ വേഴ്സസ് ടീം
11 vs 23 ആണ് കളിക്കുന്നത്. കാസ്ട്രോ വേഴ്സസ് ടീം ഒ പി ആണ് കളിക്കുന്നത്. ഒ പിയിലെ ബോൾ ടോപ്പി മച്ചാൻ നിഞ്ചാസേന അടിച്ചിടുവോ? ലാസ്റ്റ് മാൻ ആണ് രണ്ട് ടീമിലെ. സോ ഡിപ്പെൻസ് ഇവരുടെ ഫൈറ്റിലാണ് ഈ ഒരു ടീം. ഏത് ടീം ഇപ്പം ഇവിടെ റിവൈവ് ചെയ്യാനെങ്കിലും ചാൻസ് ഉണ്ടോ നോക്കുന്നത്. ഓടുത്തിട്ട് സോൾ എഡ്ഗർ അവിടെ ഒരു റോക്ക് എടുക്കുന്നുണ്ട്. സോ റീലോഡ് ചെയ്യാനുള്ള ടൈമില്ല. ക്രോസ്ബോ നിഞ്ചാസേന നല്ലൊരു ഇടി കിട്ടുന്നുണ്ട്. സോളിന്റെ മച്ചാൻ അവിടെ ഒരാൾ അവിടെ കൺഫേം ആവുന്നുണ്ട്. കാസ്ട്രോന്റെ ബീസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. സോ നിഞ്ചാസേന്റെ തൊട്ട് പുറകെ പോകുന്നുണ്ട് നമ്മുടെ ബോൾ ടോപ്പിക്ക് അടി കിട്ടുമോ എന്നാ നോക്കിയിട്ട് നിഞ്ചയുടെ അടുത്തുനിന്ന് പോയി നോക്കിയിട്ട് വരാം. നമുക്ക് ബാക്കിലോടുന്ന മച്ചാന്റെ വ്യൂവിലൊന്ന് കണ്ടു നോക്കാം. സോ ടീം ബോൾ ടോപ്പി നമ്മുടെ നിഞ്ചനിട്ട് ഓടിക്കുന്നുണ്ട്. അവിടെ ഒരാൾ കൺഫേം ആവുന്നുണ്ട്. ഇവരുടെ ഒരു ഫൈറ്റ് തീർന്നാലേ അവിടെ റിവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ചാൻസ് എങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറ്റുള്ളൂ. സോ മച്ചാന്മാർ ഇവിടെ റിവൈവിൽ എന്തായാലും ചെയ്യുന്നില്ല, പോകുന്നുണ്ട്. ലൈവ് കാണുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഗൈസ്. നമ്മുടെ അമ്പും വില്ലും ക്രോസ്ബോ ചലഞ്ച് മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം. സോ ഇവിടെ ക്രോസ്ബോ എടുത്ത് അടി തുടങ്ങിയിട്ടുണ്ട് മച്ചാന്മാർ. ഇപ്പോഴാണ് കളി ഓണ. എത്ര നേരം ഫിസ് ഫൈറ്റ് ട്രൈ ചെയ്തവർ രണ്ടുപേരും ക്രോസ്ബോ എടുത്തിട്ടുണ്ട്. ഒറ്റ ഷോട്ട് ആരാണ്? ടീം ഒപ്പിനെ അടിച്ചിടുന്നു. നിഞ്ചാസേൻ കാസ്ട്രോന് നിഞ്ചാസേൻ ആണ് അവിടെ ആ ഒരു കില്ല് കിട്ടുന്നത്. പക്ഷെ സോൺ വന്നിട്ടുണ്ട് മച്ചാൻ. സോണിപ്പിട്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പനാമിത്ത് അവിടെ എടുത്തിട്ട് നോക്കെടുക്കുന്നുണ്ട്. സോ നമുക്ക് പോയി നോക്കിയിട്ട് ആരുമായിട്ടാണ് ഒരു ഫൈറ്റ് നടക്കുന്നത്. എല്ലാവരും വണ്ടിയൊക്കെ എടുത്തിടുന്നുണ്ട്. സോ എവിടെയാണ് ഇവരൊരു ഫൈറ്റ് എടുത്തിരിക്കുന്നത്? യാസ്നയിൽ ഇവിടെ അവിടെ ഹാൻഡ് റെഡിക്ക് ഒരു ഷോട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പനാമിത്തിന് ആ ഒരു ഷോട്ട്, ഒരു അടിപൊളി ഷോട്ട് ഡെലിവർ ആക്കാൻ പറ്റുമോ? ഡെമിഗോഡ് ഒരു ഷോട്ട് മിസ്സാക്കുന്നുണ്ട്. കുറച്ച് നേരം എയിം ചെയ്തു, മച്ചാൻ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. സോ ഒരു അടിപൊളി ഷോട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ വണ്ടിയിൽ പോകുന്ന ആളെ സ്പെക് നമ്പർ 24 സ്പെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ NG3 സ്ക്വാഡിനാണ് സ്പെക്ക് ചെയ്യാൻ പറയുന്നത്. ഈ ഒരു കാറും അമ്പും വില്ലും തമ്മിലുള്ള ഒരു ഫൈറ്റിൽ ആരായിരിക്കും വീഴാൻ നോക്കിയിട്ട് നമുക്ക് നോക്കാം മച്ചന്മാരെ. നമുക്ക് വേറെ ഫൈറ്റ് നോക്കാം. നമുക്ക് സ്മോക്കി സാറിന്റെ വ്യൂ നോക്കാം. സ്മോക്കി സാറിന് ഇവിടെ ഒരു നോക്ക് കിട്ടുമോ? ഡെമിഗോഡ്സ് സ്പെക്ക് എന്ന് പറയുന്നുണ്ട്. ഡെമിഗോഡ്സ് ടീം നമ്പർ 16 കളിക്കുന്നത്. ടീം നമ്പർ 16 ആരൊക്കെയാണ് ഇനി ബാക്കിയുള്ള? ഡെമിഗോഡ് ഹാളോ തീർന്നിട്ടുണ്ടായിരുന്നു. സിനിന്റെ മാടിയോടെ നോക്കിയിട്ട് ഡെമിഗോഡിന്റെ ആരൊക്കെയാണ് ബാക്കിയുള്ളത്? ഡെമിഗോഡ് ഹിപ്സ്റ്റർ ഉണ്ട്, ഹണ്ടർ ഉണ്ട്, കോമ്രേഡ് ഉണ്ട്. ഇവർ വണ്ടി എടുത്ത് നൈസായിട്ട് ഇവിടുന്ന് മാറാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. സോ എല്ലാവരും ഫൈറ്റ് ചെയ്യുന്ന നൈസായിട്ട് ഒഴിവാകുന്നുണ്ട്. സിനിന്റെ മാടിയോടെ നോക്ക് എടുക്കുന്നുണ്ട്. മാഡി സ്ലെയർ ഓൾറെഡി തീർന്നിട്ടുണ്ട്. സ്ലാഷ് ആൻഡ് സുദേവ് ആണ് കളിക്കുന്നത്. ഏത് ടീമായിട്ടാണ് ഇവർ ഫൈറ്റ് എടുക്കുന്നത് നോക്കിയിട്ട്? ടീം നമ്പർ 12 സ്ലാഷ് സുദേവ്, മാഡി ആൻഡ് സ്ലെയർ ആണ് കളിക്കുന്നത്. സോ ഇവർ യാസ്നയിലാണ്. അതാ ഒരു സിൻസ്ലാഷ് നല്ലൊരു അടി കൊടുത്താന്ന് പറയുന്നുണ്ട്. ഒരു ഫിസ് ഫൈറ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. സോ വണ്ടി കിട്ടാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ടീം നമ്പർ 17 ഒരു അടിപൊളി ഷോട്ട് സുദേവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മച്ചാൻ. അഭിലാഷ് കൃഷ്ണന് നല്ലൊരു ഷോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു സുദേവിന്റെ കയ്യിൽ നിന്ന്. നല്ലൊരു ടാഗ് ഉണ്ടായിരുന്നു. സ്ലാഷ് എന്താ വണ്ടി ഇടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അഭിലാഷ് കൃഷ്ണനെ അടിപൊളിയായിട്ട് കറക്റ്റ് ടൈമിൽ സിനിമയുടെ അവിടെ വണ്ടി എടുത്ത് വന്ന് തീർക്കുന്നുണ്ട്, കൺഫേം ആക്കുന്നുണ്ട്. സോ സുദേവിന്റെ അടുത്ത് വോൾഫ് ഡിസ്ട്രിക്ട് സുദേവിനെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. VR7 പിള്ളേർ അവിടെ നോക്കെടുക്കുന്നുണ്ട്. ടീം നമ്പർ 4 VR7 കോലേഷ് സൈക്കൻ ആൻഡ് മാഡ് സ്പിരിറ്റ് ആണ് കളിക്കുന്നത്. DMR പിള്ളേരെയാണ് അടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ അടുത്താളെ വണ്ടി എടുത്ത് പുറകെ പോകുന്നുണ്ട്. DMR നിക്കൂടെ കവർ എടുത്ത് നിൽക്കുന്നുണ്ട്. സോ പുറത്തേക്ക് ഇറങ്ങിയ വണ്ടി ഇടിച്ചിട്ട് കവർ എടുക്കുന്നുണ്ട്. എന്റെ പോലെ OP കവറായിരുന്നു. നമുക്ക് നിക്കുവിന്റെ വ്യൂ തന്നെ ഒരു കളി കാണാം. മച്ചാന്മാർ ഇവിടെ വണ്ടി എടുത്ത് കളിക്കുന്നുണ്ട്. നമുക്ക് ഫൈനൽസിൽ വണ്ടി ഒഴിവാക്കാം ഗൈസ്. വെഹിക്കിൾ കില്ല നമുക്ക് ഒഴിവാക്കാം. സോ അവരവിടെ നിന്ന് ഒരു ഫൈറ്റ് ഒഴിവാക്കി മാറുന്നുണ്ട്. ടീം നമ്പർ 24 ഇല്ല തിരിച്ചു പോകാൻ ഒരു നോക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, നോക്ക് കിട്ടുന്നില്ല. നിക്കു മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഇടിച്ചിടാനുള്ള പ്ലാനാണോ മച്ചാനെ? ക്രോസ്ബോ എടുത്ത് അടിച്ചിടാവുന്നതാണ്. സോ ബാഡ്കിഡ് ഓൾറെഡി വണ്ടി എടുത്ത് എവിടെ നിന്നോ വരുന്നുണ്ട്. സോ നമുക്ക് ടീം നമ്പർ 24 സ്പെക്ക് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. MG3 പ്രോസർ ഇവിടെ നിന്ന് ഒരു ഫൈറ്റ് ഒഴിവാക്കി പോകുന്നുണ്ട്. ടീം നമ്പർ 21 WK ചിക്കൻ ഹണ്ടർ സ്പ്ലെൻസ്ഫൈ ആൻഡ് പൈഗോമാനാണ് ബ്രോ കളിക്കുന്നത്. ഒരു സ്കൂൾ അപ്പാർട്ട്മെന്റ്സിലുണ്ട്, സേഫ് ആയിട്ടാണ് നിൽക്കുന്നത്. ഗ്രിഫിനോ പിയാരെ നിക്കു സാർ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. സോ DMR ബാഡ്കിഡ് അവിടെ നിന്ന് വണ്ടി എടുത്ത് വരുന്നുണ്ടായിരുന്നു. DMR നിക്കുവിനെ ക്രോസ് ബോയ്ക്ക് അടിച്ചിട്ടിട്ടുണ്ട്. നിക്കുവിനെ അടിച്ച് കൺഫേം ചെയ്യുന്നുണ്ട്. വിആറിന്റെ ടീംസ് ആയിരുന്നു. ടീം നമ്പർ 3 കളിക്കുന്ന വിആറിന്റെ പിള്ളേർ അവിടെ നിക്കുവിനെ അടിച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് ക്രോസ് ബോയിൽ. സോ സോണിലേക്ക് കയറണം. എത്ര ടീമാണ് ബാക്കിയുള്ളത്? 13 ടീമിൽ 39 പേരാണ് ബാക്കിയുള്ളത്. നമ്മുടെ മോഡറേറ്റേഴ്സ് എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം. ഇവര് വണ്ടിയൊക്കെ എടുത്ത് പറന്ന് കളിക്കുന്നുണ്ട്. ഡ്രോപ്പ് അന്വേഷിച്ച് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. സോ സ്റ്റോം അത് അടുത്ത് ഡ്രോപ്പ് എടുക്കാൻ പോകുന്നുണ്ട്. വെറുതെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഡ്രോപ്പ് എടുത്ത് അവിടെ ഒരു ഇത് വരാണ്ടിരിക്കാൻ വേണ്ടി ഡ്രോപ്പിലെ ഗൺസ് എടുത്ത് മാറ്റാൻ വേണ്ടി ഇട്ടാണ്. അല്ലാണ്ട് വെടിയുടെ പിള്ളേർ ആരെയും കൊല്ലില്ല, അവരാരും കളിക്കുന്നുമില്ല. സോ ലൈവ് കാണുന്ന എല്ലാവരും മറക്കാതെ ലൈവ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്ത വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കാം. സോ നമ്മുടെ സ്റ്റോം വണ്ടിയൊക്കെ അടിച്ച് പൊളിക്കുന്നുണ്ട്. പ്രൊഫസർ എവിടെയാന്ന് നോക്കിയിട്ട് വരാം.
സോ പ്രൊഫസർ ദാ പോകുന്നു, പോച്ചിങ്കിന്നോട് രക്ഷപ്പെട്ട് പോകുന്നതാണ്. കൂടെ ആരും ഇല്ലല്ലോ, ബാക്കിൽ ആരെയും കാണാനില്ല. സോ നമുക്ക് പോയി നോക്കാം. ടീം നമ്പർ 1ന്റെ അടുത്ത് ഫുൾ സ്ക്വാഡ് ബാക്കിയുണ്ട്. 13 ടീംസ് ഇനിയും ബാക്കിയുണ്ട്. എവിടെയാണ് ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉള്ള സപ്പൻസിന്റെ തൊട്ടടുത്ത് WKന്റെ സ്ക്വാഡ് നിൽക്കുന്നുണ്ട്. ടീം നമ്പർ 10 വന്നിട്ടുണ്ട്. 10 അതാ എത്തിയിട്ടുണ്ട്. 10 ഇവിടുന്ന് വണ്ടി എടുത്ത് 10 അല്ല 19 ഇവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. സോ ഒരു ക്രോസ് ബോ, ഒരു അടിപൊളി ഷോട്ട് കിട്ടുപോകും നമ്മുടെ അപ്പൻസിന്റെ പിള്ളേർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഗ്രിഫിൻ DMR എന്ത് പറ്റി മച്ചാനെ? ഹൈനസ് KF തീർത. നിഞ്ചാസേൻ അവിടുത്തെ സോൾമാൻ അല്ല, കാസ്ട്രോയിൽ ലാസ്റ്റ് മാൻ ആയിരുന്നു. ഒരു അടിപൊളി എസ്കേപ്പ് ആയിരുന്നു. ഇവിടെ നൈട്രോ സ്റ്റാർ, BSDK, ലൂസി, നിഞ്ചാസേന്റെ കൂടെ പിടിക്കുന്നുണ്ട്. സോ ഒരു ഡുവോ അല്ല, ഒരു ട്രയോ അവർ പോകുന്നുണ്ട്. നിഞ്ചാസേനെ കണ്ടിട്ടുണ്ട്. സോ വണ്ടി ഇടിച്ച് തീർക്കാനുള്ള പരിപാടി. ടീമപ്പ് ഇല്ല പുത്തേ, ടീമപ്പ് ഇതൊക്കെ ഓളിട്ട് പറയുന്നുണ്ട്. ആരാണ്? ലൂസി ആയിരിക്കും. നമ്മുടെ ലൂസി ആയിരിക്കണം. ലൂസിയുടെ നമുക്ക് ബൂട്ട് ക്യാമ്പ് ചലഞ്ച് വെച്ചെടുക്കാം. സോ നിഞ്ചാസേനെ ഒരു ചേസ് ഇവിടെ പോകുന്നുണ്ട്. ലൂസി ആരെയാണ്? ബാക്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ? നൈട്രോ സ്റ്റാർ ആരെയാണ് ബാക്കിൽ നോക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. മച്ചാനും നോക്കിയിട്ട് വരാം. സോ ഇവരിൽ റൈറ്റ് എടുത്ത് കയറി പോകുന്നുണ്ട്. ദാ ലൂസി നിഞ്ചാസേനെ കണ്ടിട്ടുണ്ട്. വണ്ടി ഇടിച്ച് നിർത്തി. സോ അടിച്ചിടാനുള്ള പ്ലാൻ ആണോ? ക്രോസ് ബോയ്, എന്റെ മോനെ OP നൈട്രോ സ്റ്റാർ നമ്മുടെ നിഞ്ചാസേനെ ക്രോസ് ബോയ്ക്ക് അടിച്ചിട്ടിട്ടുണ്ട്. സോ സ്മോക്കി ഇവിടെ ഒരാളെ നോക്ക് ചെയ്യുന്നുണ്ട്. സ്മോക്കി സാറിന്റെ അടുത്ത് പോയിട്ട് സ്മോക്കി ഒരാളെ ഇവിടെ നോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. OMG സ്പെക്ടർ മച്ചാൻ അവിടെ നിന്ന് ഒരു ക്രോസ് ബോ ചലഞ്ച് എടുക്കുന്നുണ്ട്. ക്രോസ് ബോ വെച്ചിട്ട് സ്മോക്കിനെ അടിച്ചിടാൻ പറ്റുന്നുണ്ടോ നോക്കുന്നുണ്ട്. മച്ചാൻ നേരെ വണ്ടി കയറിയിരുന്നു. കൺഫേം ചെയ്തിട്ട് അപ്പർ 0 വണ്ടി അടിച്ച് കൺഫേം ചെയ്തിട്ട് ടാക്ടിക്കൽ ഗെയിം ആയിരുന്നു. ബഗ്ഗി വന്ന ടൈം നേരെ ബഗ്ഗിയിൽ കയറ്റി അടിച്ചിട്ട് മച്ചാൻ അവിടെ ഒരു കില്ല് കൺഫേം ചെയ്തിട്ടുണ്ട്. റിവൈവൽ പോസിബിൾ ആണ്. റിവൈവ് ചെയ്യാവുന്നതാണ്. മച്ചാൻ ഇവിടെ നിന്ന് റിവൈവ് ചെയ്യുന്നില്ല. മച്ചാൻ സ്മോക്കി സാർ ഇറങ്ങിയ ഉടനെ വണ്ടി എടുത്ത് സ്മോക്കി സാറിനെ അടിച്ച് കൺഫേം ചെയ്യാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. അപ്പൻ അമിത് അവിടെ നിന്ന് സോണിൽ കയറി വരുന്നേ ഉള്ളൂ. സോ റിവൈവ് ചെയ്യാൻ നോക്കുന്നില്ല. മച്ചാൻ അവിടെ വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ടോ നോക്കിയിട്ട്. വണ്ടിയുടെ എന്തെങ്കിലും ടയർ പഞ്ചർ ആയിട്ടുണ്ട്. സോ സ്മോക്കി സാർ അവിടെ ഒരു കില്ല് സെക്യൂർ ചെയ്യാൻ നോക്കുന്നുണ്ട്. സ്മോക്കിക്കിട്ട് അടിച്ചിട്ട് കൊള്ളുന്നില്ല. സ്മോക്കിക്ക് അപ്പൻ സ്വാർഗോട് സപ്പോർട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ഒരു ഫിസ്റ്റ് ഷോട്ട് കിട്ടിയിട്ടുണ്ട്. സ്മോക്കി സാർ ഹിപ്സ്റ്റർ അവിടെ നിന്ന് സോണിൽ പോകാനുള്ള പ്ലാനിങ് ആണെന്ന് തോന്നുന്നു. വണ്ടി എടുത്തിട്ടുണ്ട്. സോ ഒരു ഷോട്ട് ട്രൈ ചെയ്യാവുന്നതായിരുന്നു സ്മോക്കി സാറിന്. ഹിപ്സ്റ്റർ അപ്പൻ സ്വാർഗോട് ബാക്ക് ചെയ്ത് അടിച്ചെടുത്തിട്ട് എന്റെ ഓരോ ഗെയിം പ്ലേ സ്മോക്കി സാറിന് നല്ല കവർ വന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെ റിവൈവ് അല്ല, മച്ചന്മാർ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് സോണിലേക്ക് പോകുന്നുണ്ട്. സോൺ എവിടെയാണ് വന്നിരിക്കുന്നത് നോക്കിയിട്ട് സോണിൽ ആരൊക്കെയാണുള്ളത്? നമ്മുടെ ടീം നമ്പർ 3 ആരാണ്? DNA എന്ന് പറഞ്ഞൊരു സ്ക്വാഡായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അവരിവിടെ പോകുന്നുണ്ട്. നമ്മുടെ ദാവീദിന്റെ ഫ്രണ്ട്സിന്റെ സ്ക്വാഡായിരുന്നു. ഒന്ന് ഗിവ് അവേ 10 മണിക്കാണ് ബ്രോ, 10 മണിക്കാണ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൂട്ട് ക്യാമ്പ് ചലഞ്ചിന്റെ ലൈവിന്റെ ഇടയ്ക്കായിരിക്കും അനൗൺസ് ചെയ്യുക. സോ 21 കാണിക്കാൻ പറയുന്നുണ്ട്. ഇതാ കാണിച്ചു ബ്രോ. ഗിവ് അവേയുടെ നമ്മുടെ ബൂട്ട് ക്യാമ്പ് ചലഞ്ച് എല്ലാ സാറ്റർഡേ സൺഡേ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിന്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ ഗിവ് അവേ പേര് അനൗൺസ് ചെയ്യുക. സോ ലൈവ് കാണുന്നവർക്ക് മാത്രമായിരിക്കും ഒരു ഗിവ് അവേ അലേർട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഡ്രോയിൽ അടുത്ത ആളെ ചൂസ് ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് മിസ് ദ ലൈവ്. വെടിയുടെ സ്ക്വാഡ് സോണിലേക്ക് വരുന്നുണ്ട്. അവർക്ക് തീരാനുള്ള ടൈം ആയില്ലേ? ഐജിനെ സ്പെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഐജിയുടെ ആരൊക്കെയാണുള്ളത്? ഐജിയുടെ സോൾ ഉണ്ട്, ഡ്രാഗോ ഉണ്ട്, ജോക്കർ ആൻഡ് ഫോക്സ് വൈറ്റ് ആണുള്ളത്. ഇവരെന്തായാലും സോണിലേക്ക് കയറുന്നു. സേഫ് ആയിട്ടാണ് കളിക്കുന്നത്. ഇതുവരെ ഫുൾ സ്ക്വാഡ് ബാക്കിയുണ്ട്. സോ ഈ ഗ്രൂപ്പ് A ആൻഡ് ബിയിൽ നിന്ന് സെലക്ട് ആവുന്ന 44 പേരാണ് നാളെ നമ്മുടെ ഫൈനൽസ് നൈട്രോ കിങ് സോണിൽ പോകുന്നുണ്ട്. DMRന്റെ ബാഡ് കിഡ് ആൻഡ് ബാഡാസ് OP ആണുള്ളത്. സോ ഇവരുടെ തൊട്ടടുത്ത് ആരാണുള്ളത്? മെക്സിന്റെ ക്രൂസ് ഉണ്ട്. സോ DMR ബാഡ് കിഡ് വേഴ്സസ് മെക്സ് ക്രൂസ് ആണ് ഇവിടെ ഒരു ഫൈറ്റ് അടക്കാൻ പോകുന്നത്. അടിച്ചിട്ടു എന്റെ മോനെ OP ഷോട്ട് ആയിരുന്നു. സോ മെക്സ് ക്രൂസിനെ DMR ബാഡ് കിഡ് കൺഫേം ചെയ്യും. അവിടെ ക്രൂസിന് കവർ വണ്ടി വരുന്നുണ്ട്, ഒരു ബഗ്ഗി വരുന്നുണ്ട്, കവർ എടുക്കണം. ഓക്കെ, നൈസ് എസ്കേപ്പ് ആയിരുന്നു. സോ ബാഡ് കിഡ് വേഴ്സസ് മെക്സിന്റെ വൈപ്പർ. ബാഡ് കിഡ് നല്ലൊരു ഷോട്ട് കിട്ടുന്നുണ്ട്. ബാഡ് കിഡിന്റെ കവർ മച്ചാൻ എവിടെ? സപ്പോർട്ടിനുള്ള മച്ചാനെ കാണാനില്ല. എന്റെ മോനെ ബാഡ് കിഡ് OP മെക്സ് വൈപ്പറിനെ അടിച്ച് നോക്കാക്കുന്നുണ്ട്. ആ ഒരു 2 കില്ലും സെക്യൂർ ചെയ്താൽ കിൽ പോയിന്റ്സ് നിങ്ങളുടെ കയ്യിലായിരിക്കും. സോ മച്ചാൻ ഇവിടെ അടിച്ച് ആ ഒരു കില്ല് കൺഫേം ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ മെക്സിന്റെ നിക്ക് വൈറ്റ് അവിടെ നിന്ന് വണ്ടി കൊണ്ട് വരുന്നുണ്ട്. സോ ഇടിച്ചിടാൻ പറ്റിയിട്ടില്ല. ബാഡ് കിഡ് നൈസായിട്ട് എസ്കേപ്പ് ആവുന്നുണ്ട്. ബാഡാസ് OP അവിടെ വെയിറ്റിംഗ് ആണ് ആ ഒരു കില്ല് കൺഫേം ചെയ്യാൻ നോക്കുന്നത്. ബാഡ് കിഡ് എന്റെ മോനെ ചാടി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ BSDKന്റെ പിള്ളേര് ഈ ഒരു സിറ്റുവേഷനിൽ ബഗ്ഗി എടുത്ത് കയറി വരുന്നുണ്ട്. മെക്സിന്റെ നിക്ക് വൈറ്റ് മാത്രമേ ബാക്കിയുള്ള ഒരു കില്ല് അവിടെ കിട്ടിയിട്ടുണ്ട്. DMR ഒരു OP കളിയായിരുന്നു. ബാഡ് കിഡ് DMRന്റെ ലീഡർ ബാഡ് കിഡ് ഒരു OP കളിയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു. സോ ബാഡ് കിഡ് നിക്ക് വൈറ്റിനെയും കൂടി അടിച്ചിടിഞ്ഞാൽ OP എന്റെ മോനെ 3 കില്ലാണ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് മൊത്തം ടീം കിൽ 7 ആയിട്ടുണ്ട്. 3 ആണ്. 3 കില്ലും കിട്ടിയിരിക്കുന്ന ബാഡ് കില്ല് തന്നെയാണ്.
ഒരു അടിപൊളി നോക്ക് കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എന്തായാലും ഹീൽ ചെയ്തിട്ട് സോണിലേക്ക് പോകണം. ബെൻസാലീസ് അവിടെ IG സോണിലെ അടിച്ച് നോക്കാക്കുന്നുണ്ട്, വണ്ടി ഇടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. സോൾ അവിടെ നോക്കാണ്. സോ ഇവിടെ മുട്ടം ഫൈറ്റ് നടക്കുന്നുണ്ട്. IG ഡ്രാഗോ മോളിൽ നിൽക്കുന്നുണ്ട്. മോളിൽ നിന്ന് ഒരു ഷോട്ട് കൊടുക്കാൻ പറ്റില്ല. MG3 പ്രൊഫസറിനെ അവിടെ വണ്ടി ഇടിച്ച് കൊന്നിട്ടുണ്ട്. IG ഫോക്സ് വെയിറ്റ് BSDK ലൂസിനെ അടിച്ച് നോക്കാക്കുന്നുണ്ട്. ഡ്രാഗോ ഇവിടെ ചാടി ഓടി കളിക്കുന്നുണ്ട്. സോ ഇവിടെ ആരാണ് ബാക്കിയുള്ളത്? ലൂസി അവിടെ ആക്കിയിട്ട് റിവൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോക്സ് വെയിറ്റ് റിവൈവ് ചെയ്യുന്നുണ്ട്. TR ജോക്കർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഫോക്സ് വെയിറ്റ് റിവൈവ് ചെയ്യുന്നത് കണ്ടിട്ടില്ലായിരുന്നു. സോ അവിടെ OPനെ കാണിക്കാൻ പറയുന്നത് ടീം OP ഏതാണ് മച്ചാൻ? സ്ലോട്ടസ് ടീം നമ്പർ 11 കളിക്കുന്ന ടീം OP. 11 ആരൊക്കെയാണ് ബാക്കിയുള്ളത്? 11 സ്ക്വാഡ് തീർന്നിട്ടുണ്ടായിരുന്നു ബ്രോ. സോ ഇവിടുന്ന് ഫോക്സ് വൈറ്റി IG ഫോക്സ് വൈറ്റി ഡ്രോഗോനെ അടിക്കുന്നവർക്ക് ഒരു കവർ കൊടുക്കാൻ നോക്കുന്നുണ്ട്. ബാഡ് കിഡ് OP കളിയായിരുന്നു. ടീം നമ്പർ 19 വേഴ്സസ് ടീം നമ്പർ 11. അവിടെ ജോക്കറിനെ അടിച്ച് നോക്കുന്നുണ്ട്. എന്റെ മോനെ 3 സ്ക്വാഡായിരുന്നു. സോ IG ഫോക്സ് വൈറ്റി ആ ഒരു കില്ല് സുടാനുള്ള സ്വന്തം ടീമായിരുന്നു. ഞാൻ 3 ടീമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ആലീസ് ഇവിടെ ഓടി നിൽക്കുമ്പോൾ ഡ്രാഗോ ലോ HP ആണ്. നേരെ കയറി വരുന്നുണ്ട്. IGയുടെ സോൾ വരുന്നുണ്ട്. സോൾ ലോ ഹെൽത്ത് ആണ്. ഫ്രാങ്കോ ഗെയിമർ എത്തിയിട്ടുണ്ട്. ഹായ് ബ്രോ. സിൻസ്ലാഷിന്റെ ഡെമിഗോഡ്സിന്റെ 100 അടിച്ച് നോക്ക് ചെയ്യുന്നുണ്ട്. സോ ആലീസ് ഇവിടെ എങ്ങനെയായിരിക്കും ഒരു ഫൈറ്റ് എടുക്കാൻ നോക്കാം. ആലീസിന് എല്ലാവരും തീർന്നിട്ടുണ്ടായിരുന്നു. മച്ചാൻ മാത്രമേ ബാക്കിയുള്ളൂ. സോളോ വേഴ്സസ് 4 പേരാണ് കൂടെ ഓടുന്ന അടിക്കാൻ വേണ്ടിയിട്ട്. സോ മച്ചാൻ ഒരു കില്ല് എടുക്കാൻ പറ്റുമോ നോക്കാം. നെറ്റ് നല്ല ഇഷ്യൂ ഉണ്ട്. ലോൺ ആവണില്ലായിരുന്നു ബ്രോ. എൻ്റെ ആണോ? ഡെമിഗോഡ്സിനെ അല്ല സ്പെക്ക് ചെയ്യുന്നത്. ടീം നമ്പർ 16 ഡെമിഗോഡ്സ് കളിക്കുന്നത്. ഡെമിഗോഡ്സിന്റെ ആരൊക്കെയാണ് ബാക്കിയുള്ളത്? 16 ഡെമിഗോഡ്സ് തീർന്നിട്ടുണ്ടായിരുന്നു. DMGയുടെ 100 തീർന്നിട്ടുണ്ടായിരുന്നു. ലാസ്മാൻ തീർന്നിട്ടുണ്ടായിരുന്നു അവിടെ. സോ ആലീസ് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. 9 ടീമിൽ 25 പേരാണ് ബാക്കിയുള്ളത്. DMR ബാഡ് കിഡ് ആൻഡ് ബാഡാസ് OP അവിടെ ഒരു പൊസിഷൻ പിടിച്ച് കിടക്കുന്നുണ്ട്. സോ സേഫ് ആയിട്ട് നമ്മുടെ വെടിയുടെ പിള്ളേർ സോണി തീരാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. മോഡറേറ്റേഴ്സ് 2 പേര് ഓൾറെഡി ഡെഡ് ആയിട്ടുണ്ട്. സോ നമ്മുടെ സാക്കും സ്റ്റോമുമാണ് ഇനി ബാക്കിയുള്ള ലാസ്റ്റ് ഡ്രോപ്പ് എടുത്ത് കഴിഞ്ഞാൽ അവർ സോണിലേക്ക് കയറുന്നതായിരിക്കും. സോ WK IG സോൾ അവിടെ ഡെനാലിസിനെ അടിച്ച് കൺഫേം ചെയ്യുമ്പോൾ 8 ടീമിൽ 24 പേരാണ്. 7 ടീമുള്ളൂ. സോറി, നമ്മുടെ 25ാമത്തെ ടീം നമ്മൾ കൂട്ടില്ല. അവർ നമ്മുടെ പിള്ളേരാണ്. വെടിയുടെ സ്ക്വാഡായിരുന്നു. 21 സ്പെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ടീം നമ്പർ 21 ആണ് മൊത്തം നമ്മൾ സ്പെക്ക് ചെയ്യുന്നത്. WKന്റെ ബാഡാസോപ്പിയോടെ ഡ്രാഗോനെ അടിച്ചിട്ടുണ്ട്. ബാഡ് കിഡ് അവിടെ ഒരു നോക്കൗട്ട് ഇടുന്നത്. IG സോളിനെ അടിച്ച് നോക്കാക്കുന്നുണ്ട്. സോ ഇനി ആരാണ് ബാക്കിയുള്ള? ജോക്കർ ആൻഡ് ഫോക്സ് വൈറ്റ് ആണുള്ളത്. സോ ഇവർ 2 പേരും കൂടി കൺഫേം ആയി കഴിഞ്ഞാൽ 4 കില്ലോടെ കിട്ടാനുണ്ട്. ബാഡാസോപ്പി നേരെ കയറിയിട്ടുണ്ട്. അവിടെ റിവൈവ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സോ റിവൈവൽ ടൈമിൽ കയറി അടിക്കാവുന്നതാണ്. നെയ്ഡ് ഇല്ലാത്ത ഡിസഡ്വാൻറ്റേജ് ആണ്. സോ റൈറ്റ് സൈഡ് ഫോക്സ് വൈറ്റ് വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഹെൽത്ത് റീസ്റ്റോർ ചെയ്യായിട്ടില്ല. ബാഡ് കിഡ് വീണിട്ടുണ്ട്. സോ ബാഡാസോപ്പി ഇപ്പൊ കൺഫേം ആവോ? മച്ചാൻ അടിച്ചിടാൻ പറ്റുമോ എന്നറിയില്ല. വണ്ടി എടുത്ത് ഒരു കില്ല് ട്രൈ ചെയ്യാവുന്നതാണ്. മച്ചാൻ ഒരു ഡ്രിൽ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാനാണ് നോക്കുന്നതെന്ന് തോന്നുന്നു. സോ ഫസ്റ്റ് ടൈം ഹീൽ ചെയ്യണം. ബാൻഡേജ് എങ്കിലും അടിച്ചില്ലെങ്കിൽ സോണി പെട്ട് തീരുന്നതിന് മുമ്പ് സോണി തീരുന്നുണ്ട്. IG നോക്കിയത് ആ ഒരു കില്ല് കൺഫേം ചെയ്യാനും പറ്റിയിട്ടില്ല. മച്ചന്മാരുടെ റിവൈവ് ആയിട്ടുണ്ട്. ബാഡ് കിഡിന് DMRന് 2 കില്ല് അവിടെ മിസ്സായിട്ടുണ്ടായിരുന്നു. സോ 7 ടീമിൽ 20 പേരാണ് ബാക്കിയുള്ളത്. സോറി, 7 ടീമിൽ 6 ടീം നമ്മുടെ വെടിയുടെ സ്ക്വാഡ് ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. അതെ, 6 ടീമിൽ 20 പേരാണ് ബാക്കിയുള്ളത്. സിന്നിന്റെ പിള്ളേർ ഇപ്പൊ വെടിയുടെ പിള്ളേർ അടിച്ചെടുത്തോടെ. IG ഡ്രോഗോ സോണിൽ കൺഫേം ആവുന്നുണ്ട്. സോ നോക്കാവുന്നുണ്ട്. സിന്നിന്റെ സുദേവ് ഡ്രോപ്പ് എടുക്കാൻ വന്നപ്പോ നമ്മുടെ വെടിമച്ചന്മാരുമായിട്ട് സാക്ക എടുത്ത് വണ്ടി എടുത്ത് നൈസായിട്ട് എസ്കേപ്പ് ആവുന്നുണ്ട്. സോണി പോയി. പേഗോമാൻ നമ്മുടെ VR സൈക്കിൾ അവിടെ നീണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ WK വേഴ്സസ് VK ആണ് ഇവിടെ ഒരു ഫൈറ്റ് എടുക്കുന്നത്. WK വേഴ്സസ് VR7. VK അല്ല, VR7 ആണ്. ചിക്കൻ ഹണ്ടറും സൈക്കിനും വളർന്നിട്ടുണ്ട്. സൈക്കിനെ അടിച്ച് കൺഫേം ചെയ്യുമ്പോൾ എൻ്റെ മോനെ ടോട്ടൽ ടീം കിൽ WK കുറെ കില്ല് എടുത്തിട്ടുണ്ടല്ലോ. ഇല്ല, 3 കില്ലാണ്. സോ WK അല്ല. 5 ടീമാണ് ബാക്കിയുള്ളത്. ഏതൊക്കെ ടീമാണ് ബാക്കിയുള്ളത് നോക്കാം. ചിക്കൻ ഹണ്ടറിന്റെ ടീം ബാക്കിയുണ്ട്. അതുപോലെ തന്നെ വെടിതാവിത് അവരുടെ ടീമിന്റെ പേര് DNA സ്ക്വാഡ് ബാക്കിയുണ്ട്. അപ്പൻസിന്റെ സ്ക്വാഡ് ബാക്കിയുണ്ട്. സിന്നിന്റെ സ്ക്വാഡ് ബാക്കിയുണ്ട്. ചിക്കൻ ഹണ്ടർ നല്ലൊരു ഷോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൻ അമിത്തിന് എവിടെ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലല്ലോ, ആയിട്ടില്ലായിരുന്നു. സോ 5 ടീമിൽ 13 പേരാണ് ഈ ഒരു നമ്മുടെ ക്രോസ്ബോ ചലഞ്ച്. അമ്പുമില്ല. ബാക്കിയുള്ള വാർഗോഡ് ഒരു OP ഷോട്ട് എടുക്കാൻ പറ്റുമോ നോക്കാം. വാർഗോഡ് ഇവിടെ ഓടിപ്പോകുന്ന ആളെ ഒരു ടാഗ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൻ അമിത്തിന്റെ അടുത്തേക്കാണ് മച്ചാനോട് കയറുന്നത്. നമ്മുടെ സ്മോക്കി സാർ ബഗ്ഗി വെച്ചിട്ട് നൈസായിട്ട് നോക്കാക്കുന്നുണ്ട്. അപ്പൻ അമിത് അവിടെ ക്രോസ്ബോ വെച്ചിട്ട് കൺഫേം ചെയ്യുന്നുണ്ട്. ബ്രോ 10 മണിക്കാണ് ഗിവ്. അതെ ബ്രോ, 10 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലൈവ്. ബൂട്ട് ക്യാമ്പ് ചലഞ്ചിന്റെ ഇടയ്ക്കായിരിക്കും ഗിവ് അവേ അനൗൺസ് ചെയ്യുക. സോ ലൈവ് കാണുന്നവരാണെങ്കിൽ റിപ്ലൈ കിട്ടുക. ഒരു ഫിക്സഡ് ടൈമിനുള്ളിൽ റിപ്ലൈ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആൾക്ക് ആ ഒരു ഡ്രോ ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത കൊടുക്കുന്നതായിരിക്കും. 5 ടീം സ്റ്റിൽ ബാക്കിയുണ്ട്. സോണിലേക്ക് കയറണം. സോൺ വരാൻ 10 സെക്കൻഡ് കൂടി ബാക്കി. സോ വെടിയുടെ പിള്ളേർ 2 പേരും സോണിൽ തീരാനുള്ള പ്ലാനാണ്. സാക്ക് അത് അവിടെ സോണിൽ തീർന്നിട്ടുണ്ട്. എങ്ങനെ കോർട്ടെക്റ്റാ ബ്രോ? ലൈവ് കാണും ബ്രോ. 10 മണിയുടെ നമ്മുടെ ബൂട്ട് ക്യാമ്പ് ചലഞ്ച് കാണും ബ്രോ. അതിലുണ്ടാവും. അതിൽ പറയുന്നതായിരിക്കും ഡീറ്റെയിൽസ്.
സോ ഇവിടെ അപ്പൻ സ്വാർഗോഡ് നമ്മുടെ സിന്നിന്റെ സ്ക്വാഡിനെയാണ് ഒരു ടാഗ് കൊടുക്കാൻ നോക്കുന്നത്. സോ രണ്ടുപേരും വണ്ടി എടുത്തിട്ടാണ് കളിക്കുന്നതെന്ന് തോന്നുന്നു. വണ്ടിയുടെ പെട്രോൾ തീർന്നിട്ടില്ല. നമ്മൾ എന്തായാലും ഫൈനൽസിൽ വെഹിക്കിൾ കില്ല് ഒഴിവാക്കാം. അപ്പോഴാണ് ഒരു അടിപൊളി ഫൈറ്റ് വരുള്ളൂ. സോ അവിടെ നിന്ന് ഏതാണ് വെടിയുടെ സ്റ്റോമാണ്. സോ സ്റ്റോം കളിക്കുന്നില്ലാത്താണ്. അപ്പൻ സ്വാർഗോഡ് സിന്നിന്റെ സ്ക്വാഷ്. സ്മോക്കി സാറും സിന്നിന്റെ മച്ചാനും കൂടി വണ്ടി എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഫ്രാങ്കോ ഗെയിമർ ഞാൻ പേടിച്ച് പോയി, ടെൻസ്ഡ് ആയിട്ടാണ് കളിച്ചതെന്ന് പറയുന്നുണ്ട്. സോ ഇത് ഫുള്ള് വണ്ടിയുടെ കളി. പക്ഷെ നല്ലൊരു ഷോട്ട് ഉണ്ടായിരുന്നു. വാർഗോഡ് നല്ലൊരു ഷോട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സിൻ മാഡി നമ്മുടെ വാർഗോഡിനെ അടിച്ച് നോക്കാക്കുന്നുണ്ട്. സ്ക്രീൻ സ്ലാഷ് ആ ഒരു കില്ല് കൺഫേം ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൻ അമിത് അവിടെ ദാവീദിനെ അടിച്ച് കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പൻ സ്വാർഗോഡ് ആ ഒരു കില്ല്, അപ്പൻ സ്വാർഗോഡിന്റെ ഒരു കില്ല് കൺഫേം ചെയ്യാൻ നോക്കുന്നുണ്ട്. സിൻ സ്ലാഷ്. പക്ഷേ സിൻ മാഡിക്കിട്ട് നല്ലൊരു ടാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്മോക്കി സാർ വണ്ടിയിൽ ഇറങ്ങിയിട്ടില്ല. ഡബ്ല്യുകെന്റെ ടീം നൈസായിട്ട് ബാക്ക് വലിഞ്ഞ് നിൽക്കുന്നുണ്ട്. 10 മണിക്ക് പേര് കമന്റിൽ ഇട്ടാൽ മതിയോ? വേണ്ട ബ്രോ ലൈവ് കണ്ടാൽ മതി. 10 മണിയുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഇടുന്നതായിരിക്കും. സോ സിൻമാഡിയുടെ ഈ ഒരു ഫൈറ്റ് എങ്ങനെയായിരിക്കും നോക്കാം. അപ്പൻ അമിത്തിന് നല്ലൊരു ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. സോ ഇവിടെ വരുന്ന ഏതാണ് WKന്റെ ടീം ജോയിനിങ് ദ പാർട്ടി. സോ സ്റ്റോം എന്താ തീരാത്ത? ശക്തി സ്റ്റോം തീർന്നിട്ടില്ല. സ്റ്റോം എന്താ തീരാത്ത? അതാ ഞാനും ആലോചിക്കുന്നത്. സോ പേഗമാൻ WKന്റെ മച്ചന്മാർ ആ ഒരു ഫൈറ്റ് നൈസായിട്ട് ഒഴിവാക്കുന്നുണ്ട്. 3 ടീമാണ് ബാക്കിയുള്ള. അപ്പൻ അമിത്, സ്മോക്കി ആൻഡ് WK ആണ് ബാക്കിയുള്ള. വെടി സ്റ്റോം നമ്മുടെ മോഡറേറ്റർ സ്ക്വാഡ് ആയിരുന്നു. സോ ഇവിടെ നോക്കുകയാണെന്നല്ല അപ്പൻ അമിത്തിന്റെ ഒരു സ്ക്വാഡ് ഇവിടെ ബാക്കിയുണ്ട്. സിൻ സ്ലാഷ് ഇവിടെ ബാക്കിയുണ്ടായിരുന്നു. സിന്നിന്റെ മാടി വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. നൈസായിട്ട് വണ്ടി കയറി ഇരിക്കുന്നുണ്ട്. സോൺ വരാൻ ടൈം ആയിട്ടുണ്ട്. അപ്പൻ വേഴ്സസ് സിൻ വേഴ്സസ് WK ആണ്. വെടി സ്റ്റോം നമ്മുടെ മോഡറേറ്റർ അവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഒഴിവായി. 3 ടീമിൽ 8 പേരാണ് ബാക്കിയുള്ളത്. അപ്പൻ അമിത് ഇവിടെ നൈസായിട്ട് സോണി കയറി കവർ എടുത്ത് നിൽക്കുന്നുണ്ട്. സ്മോക്കി സാറും 2 പേരാണ് ബാക്കിയുള്ളത്. ടോട്ടൽ ടീം കില്ല് എത്രയുണ്ട്? 10 കില്ലായിട്ടുണ്ട്. OP അപ്പൻസ് എന്തായാലും നമ്മുടെ ഫൈനൽസിലേക്ക് എത്തും തോന്നുന്നു. 10 കില്ലിന്റെ പോയിന്റ്സ് തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പോയിന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പൊസിഷനും ടോപ്പ് 3 എന്തായാലും എത്തിയിട്ടുണ്ട്. സോ സോണ് വരണം. പുറത്ത് കളിച്ചുകൊണ്ടിരുന്നവരെല്ലാം സോണിലേക്ക് പോകുന്നുണ്ട്. സോ നമുക്ക് അപ്പൻസ് ഓൾറെഡി സോണിലാണ്. അമിത്തിന് ഒരു നല്ലൊരു ടാഗ് കിട്ടുമോ? ക്രോസ്ബോയിൽ വെച്ചിട്ട് ഒരു ടാഗ് എടുക്കാൻ പറ്റുമോ നോക്കാം. ഒരു അടിപൊളി നോക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 3 പേരാണ് ബാക്കിയുള്ള. അപ്പൻസിന്റെ സ്ക്വാഡിൽ 2 പേര്, സിന്നിന്റെ സ്ക്വാഡിൽ 3 പേരുണ്ട്. അതുപോലെ തന്നെ WKന്റെ സ്ക്വാഡിൽ 3 പേരുണ്ട്. WK അവിടെ 3 സീറ്റർ വെച്ചിട്ട് ഓടി നടക്കുന്നുണ്ട്. സോ അവരവിടെ നിന്ന് ഇറങ്ങി. മച്ചന്മാര് ക്രോസ്ബോ എടുത്ത് അടിക്കുക, പൊളിക്കുക. സിന്നിന്റെ മച്ചന്മാര് ഇവിടെ പിന്നെയും ബഗ്ഗി എടുത്തിട്ടാണ് വരുന്നത്. സോ നമുക്ക് നോക്കിയിട്ട് അവരുടെ അപ്പൻ അമിത്തിനെ അടിച്ച് നോക്കാക്കുന്നുണ്ട്. സിൻ സ്ലാഷ് ഒരു അടിപൊളി ക്രോസ്ബോ ഷോട്ടിൽ. ഇനി ആരാണ്? സ്മോക്കി സാറാണ് ബാക്കിയുള്ളത്. സ്മോക്കി സാർ നൈസായിട്ടൊന്ന് ബാക്കി വലിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷൻ സെക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ സ്മോക്കി സാറിന് നല്ലൊരു ടാഗ് വരുന്നുണ്ട്. 2 ടീമും സ്മോക്കി സാറിന് വളയാനൊരു ചാൻസ് ഉണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ പേഗമാന്റെ അടുത്തേക്കാണ് ഓടിപ്പോകുന്നത്. പേഗമാൻ ക്രോസ്ബോയിൽ ആമോ ഇല്ലേ? മച്ചാൻ എന്താ ക്രോസ്ബോ എടുക്കാത്തതെന്ന് അറിയില്ല. സോ പേഗമാൻ അവിടെ നിന്ന് നല്ലൊരു ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. സ്മോക്കി സാറിന് നല്ലൊരു ടാഗ് കൊടുത്തിട്ടുണ്ട്. എന്റെ മോനെ ഒരു അടിപൊളി ഷോട്ടോടെ കിട്ടിക്കഴിഞ്ഞാൽ മച്ചാൻ അവിടെ തീർന്നായിരിക്കും. സ്മോക്കി സാർ പേഗോമാൻ OP 2 ഷോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ബോഡി ഷോട്ട് ഉണ്ടായിരുന്നു. സോ അതാ ഒരു ഷോട്ടും കൂടി തീർക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സ്മോക്കി സാർ ഹീൽ ചെയ്യുന്നുണ്ടാവും. സോ പേഗോമാൻ വിടാനുള്ള ഭാവവും ഇല്ല. മച്ചാൻ പുറകെ പിടിക്കുന്നുണ്ട്. ചിക്കൻ ഹണ്ടർ അവിടെ സുദേവിനെ അടിച്ച് നോക്കാക്കുന്നുണ്ട്. സോ പേഗോമാൻ വേഴ്സസ് സ്മോക്കി സാർ ആണ്. സോ ആരായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നോക്കൗണ്ട് ആണ്. മച്ചാന്റെ കയ്യിൽ ക്രോസ്ബോ ആമോ ഇല്ല. പേഗോമാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. മുകളിലെ അവസ്ഥ എന്താ? ചിക്കൻ ഹണ്ടർ നോക്കാണ്, സ്പ്ലെൻസൈ നോക്കാണ്. ഇനി പേഗോമാൻ മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. ബാക്കിൽ നമ്മുടെ OWL സ്മോക്കി സാർ അവിടെ നിന്ന് കയറി ഒരു മാഡ് സ്പിരിറ്റ് ഞാൻ മരിച്ചു പോയി ഇത് പറയുന്നുണ്ട്. നമ്മുടെ ഒരു ഹീൽ ചലഞ്ചാണ് സ്മോക്കി സാർ എടുത്തേക്കുന്നത്. സോ പേഗോമാൻ ഇവിടെ സ്മോക്കി സാറിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും അത് കിട്ടാൻ ചാൻസ് ഇല്ല. മച്ചാൻ അവിടെ ഒരു അടിപൊളി ഹീൽ ചലഞ്ച് ആണ് എടുത്തിട്ടുള്ളത്. സോ പേഗോമാൻ നേരെ കയറി പോകുന്നത് സിന്നിന്റെ സ്ക്വാഡിന് മുമ്പിലേക്കാണ്. ഒരാളെ നോക്കി ചെയ്യാൻ പറ്റുമോ? സുദേവ് ഹീൽ ആയിട്ടുണ്ടായിരുന്നു. സ്ലാഷ് അവിടെ നിൽക്കുന്നുണ്ട്. സോ മാടി നല്ലൊരു അടി കിട്ടുന്നുണ്ട്. പേഗോമാന് നല്ലൊരു ടാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പേഗോമാൻ സോണിൽ നോക്കൗട്ട് ആവുന്നുണ്ട്. സോ നമ്മുടെ സ്മോക്കി സാറിന് ഈ ഒരു ഇത് കൺഫേം ചെയ്യാൻ പറ്റുമോ? കൺഫേം ചെയ്യാൻ പറ്റി. ഈ സോണിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സിന്നിന്റെ സ്ക്വാഡിന്റെ അവസ്ഥ എന്താ? അവിടെ നിന്ന് നോക്കിയിട്ട് മച്ചന്മാര് ആരും സ്മോക്കി സാറിന് ഇതുവരെ കണ്ടിട്ടില്ല. തപ്പി നടക്കത്തുള്ളൂ. കണ്ടു. മാടി കണ്ടിട്ടുണ്ടാവണം. സോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു താഴെ. സോ മാടി കണ്ടിട്ടുണ്ട്. ഒരു അടിപൊളി ഷോട്ടിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. മച്ചാൻ അവിടെ അടിപൊളി ഹീൽ ബാറ്റിലാണ്. സ്മോക്കി സാർ നല്ലൊരു ഹീൽ ബാറ്റിലാണ് അവിടെ ട്രൈ ചെയ്യുന്നത്. സോ മാടി ഇവിടെ നിന്ന് നല്ല ഷോട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട്. അടിച്ചു നോക്കാൻ പറ്റുമോ? സ്മോക്കി സാർ OP അടിപൊളി. എവിടെ സോണിന്റെ അകത്തത് ഹീൽ ചെയ്ത് പുറത്തിറങ്ങി ഒരു അടിപൊളി കളി കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സിന്നിനെ മച്ചാൻ അടിച്ച് കൺഫേം ചെയ്യുന്നുണ്ട്.
സോ ആരാണ് സിന്നിന്റെ സ്ക്വാഡാണ് നമ്മുടെ ഗ്രൂപ്പ് എ മാച്ചസ് ചിക്കൻ അടിച്ചിരിക്കുന്നത്. മൊത്തം എത്ര കില്ലാണ്? 11 കില്ല് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പൻസിന്റെ സ്ക്വാഡും 10 കില്ലാണ് മച്ചാമാർ എടുത്തിരിക്കുന്നത്. ടീം കില്ല് ടോട്ടൽ WK ആണ് തേർഡ് വന്നിരിക്കുന്നത്. ഫോർത്ത് നമ്മുടെ മോഡറേറ്റേഴ്സ് ആണ്, അവരുടെ പൊസിഷൻ നമ്മൾ കൂട്ടില്ല. സോ ഫിഫ്ത്ത് വന്നിരിക്കുന്ന ടീം DNA ആണ്. ഫോർത്ത് നേരെ കറസ്പോണ്ടിങ് അങ്ങനെയായിരിക്കും പൊസിഷൻസ് കൂട്ടുക. സോ ആ ഒരു അടിപൊളി കളിയായിരുന്നു, നല്ലൊരു കളിയായിരുന്നു. സോ ഗ്രൂപ്പ് ബി മാച്ചസ് നമ്മൾ 8:30 സ്റ്റാർട്ട് ചെയ്യുക. 8:30 ID പാസ്വേഡ് ഇട്ട് 8:45 സ്റ്റാർട്ട് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക ഗൈസ്. നമ്മുടെ ക്രോസ് ബോ ചലഞ്ചിന്റെ സെക്കൻഡ് ഗ്രൂപ്പ് ബി മാച്ചസ് 8:30 സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. നമുക്ക് 8:30 എല്ലാവർക്കും ലൈവ് കാണാം. സോ ലൈവ് കണ്ട എല്ലാവരും മറക്കാതെ ലൈവ് ലൈക്ക് ചെയ്യുക ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കുക. ഹൈനസ് പൊളിച്ചെയിൻ ചലഞ്ചസ് എന്ന് പറയുന്നത് പിന്നല്ല, നിങ്ങളുടെ സപ്പോർട്ടല്ലേ മൊത്തം പൊളിക്കും. സോ ലൈവ് കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സോ നമ്മൾ ഈ ഒരു ലൈവോടെ വൈൻഡപ്പ് ചെയ്യാണ്. 8:30 ID പാസ്വേഡ് 8:45 സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു സോ മച്ച് ഫോർ എവറി വൺ സപ്പോർട്ട്.